Good morning, dear students. ഇന്ന് നമുക്ക് നമ്മളുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ്. ഇതുവരെയുള്ള 4 ക്ലാസ്സുകൾ കേട്ടിട്ടില്ലാത്തവർ നിർബന്ധമായും ആ 4 ക്ലാസ്സുകളും കേൾക്കുക ആദ്യം, എന്നിട്ട് ഈ ക്ലാസ് കേൾക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാം. ഓക്കെ, ഇന്ന് നമുക്ക് ഒരു പ്രോബ്ലത്തിലൂടെ നമ്മളൊരു പുതിയൊരു കൺസെപ്റ്റ് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ പ്രോബ്ലം നോക്ക്. ലെറ്റ് എ ഈസ് ഈക്വൽ സെറ്റ് 1 2 3 R be an equivalence relation on A given by R is equal to 1 1 2 2 3 3 1 2 2 1. Find the set of all elements related to 1. That is a question. ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഇത് സെറ്റുള്ള എ ഇസ് ഈക്വൽ സെറ്റ് 1 2 3 ഇക്വലൻസ് റിലേഷൻ ആണിത്. എന്താണ് ഇക്വലൻസ് റിലേഷൻ എന്നും ഇക്വലൻസ് റിലേഷൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഫൈൻഡ് ദ സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് റിലേറ്റഡ് ടു 1. 1നോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലിമെന്റ്സിനെയും കാണാനാണ് പറഞ്ഞത്. നമുക്ക് 1നോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലിമെന്റ്സിനെയും എങ്ങനെയാണ് കാണാം? എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ ഈസ് റിലേറ്റഡ് ടു ബി. എ ബി ആറിലുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? എ ഈസ് റിലേറ്റഡ് ടു ബി. അപ്പൊ ബിയോട് റിലേഷൻ ഉള്ളത് ഏതിനാണ്? എക്കാണ്. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? എ ഈസ് റിലേറ്റഡ് ടു ബി. എ ബി എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ആറിലുണ്ടെങ്കിൽ എ ഈസ് റിലേറ്റഡ് ടു ബി എന്നാണ്. അപ്പൊ ബിയോട് റിലേഷൻ ഉണ്ട് ഏതിന്? എക്ക്. അപ്പോൾ നമുക്ക് 1നോട് റിലേഷൻ ഉള്ള എലിമെന്റ്സ് ഏതൊക്കെയാണ് കാണാൻ പറഞ്ഞത്. 1നോട് റിലേഷൻ ഉള്ള എലിമെന്റ്സ് കാണണമെങ്കിൽ ഓരോ ഓർഡേഡ് പെയറിലും സെക്കൻഡ് എലിമെന്റ് 1 ആവുന്നത് ഏതാന്ന് നോക്കാം. അപ്പോൾ ടു ഫൈൻഡ് ഔട്ട് ദ സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് റിലേറ്റഡ് ടു 1. 1നോട് റിലേഷൻ ഉള്ള എല്ലാ എലിമെന്റ്സിനും കാണണമെങ്കിൽ നമ്മൾ 1 ഏത് ഓർഡേഡ് പെയറിലെ സെക്കൻഡ് എലിമെന്റ് ആണ് നോക്കുക. നമുക്ക് ഇവിടെ സെക്കൻഡ് എലിമെന്റ് 1 ഉണ്ട്. സോ 1 ഈസ് റിലേറ്റഡ് ടു 1. പിന്നെ ഇവിടെ സെക്കൻഡ് എലിമെന്റ് 1, ഇവിടെ ഫസ്റ്റ് എലിമെന്റ് ആണ് 1, ഇവിടെ സെക്കൻഡ് എലിമെന്റ് 1 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയാം? 1 ഈസ് റിലേറ്റഡ് ടു 1 ആൻഡ് 2 ഈസ് റിലേറ്റഡ് ടു 1. 1 ഈസ് റിലേറ്റഡ് ടു 1. 1 റിലേറ്റഡ് ആണ് 1നോട്. 2 ഈസ് റിലേറ്റഡ് ടു 1. 2ഉം റിലേറ്റഡ് ആണ് 1നോട്. അപ്പൊ 1നോട് റിലേറ്റഡ് ആയിട്ടുള്ള എലിമെന്റ്സ് ഏതൊക്കെയാണ്? സെറ്റ് ഇവിടെ 1 ഉണ്ട്, ഇവിടെയോ 2 ഈസ് റിലേറ്റഡ് ടു 1, 2 ഉണ്ട്. So this is the set of all elements related to 1. See, the set of all elements related to 1 is called equivalence class of 1. What is that? Set of all elements related to 1 is called equivalence class of 1. 1നോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലിമെന്റ്സിന്റെയും സെറ്റിനെ നമ്മൾ എന്താ പറയാ? ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ആണ്. അത് നമ്മൾ ഇങ്ങനെ എഴുതാം, ഇക്വലൻസ് ക്ലാസ് ഓഫ് 1. ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ 1 എഴുതിയാൽ നമ്മൾ എന്താണ്? ഇക്വലൻസ് ക്ലാസ് ഓഫ് 1. സോ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ഈസ് സെറ്റ് 1 2. So what is meant by equivalence class of A? It is written like this. This is read as equivalence class of A. So equivalence class of A is set of all elements related to A. Equivalence class of A is, so how will you define an equivalence class of an element? So equivalence class of the element A is set of all elements related to A. എയോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലിമെന്റ്സിന്റെയും സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? എ എന്ന് പറയുന്ന എലിമെന്റിന്റെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന എലിമെന്റിന്റെ ഇക്വലൻസ് ക്ലാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഓരോ ഓർഡേഡ് പെയർ നോക്കുക. ആ ഓർഡേഡ് പെയറിൽ സെക്കൻഡ് എലിമെന്റ് ഏതിനൊക്കെ എ ഉണ്ട് നോക്കുക. സെക്കൻഡ് എലിമെന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് അതിന്റെ ഫസ്റ്റ് ഓർഡേഡ് പെയർ മാത്രം എഴുതാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? Equivalence class of A is defined as set X belongs to A such that XA belongs to R. Sorry. Equivalence class of A is defined as set X belongs to A such that XA belongs to R. എന്തായിട്ട് മീനിങ്? എയിലുള്ള എലിമെന്റ് ആണ് എക്സ്. എക്സ് എ ആറിലുണ്ടാവണം. എക്സ് എ ആറിലുണ്ടാവണം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലിമെന്റ് എന്തിലാവണം? സെക്കൻഡ് എലിമെന്റ് എന്താവണം? എ ആവണം. സെക്കൻഡ് എലിമെന്റ് എ ആയിക്കൊണ്ടുള്ള ഓർഡേഡ് പെയർസ് എല്ലാം സെലക്ട് ചെയ്യുക. അതിന്റെ ഫസ്റ്റ് എലിമെന്റ് ആയിരിക്കും
മാത്രം എഴുതാം. അപ്പോൾ എന്തായി? equivalence class of A. So what is this? Equivalence class of A is set of all elements related to A, and that is defined as set X belongs to A such that Xa belongs to R. A യിലുള്ള എലിമെന്റ്സിന്റെ സെറ്റ് ആണിത്. എന്താവണം? Xa എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ആറിൽ ഉണ്ടാവണം. സെക്കൻഡ് ഓരോ ആ ഓർഡേർഡ് പെയർസിലെ സെക്കൻഡ് എലിമെന്റ് എന്തായിരിക്കണം? A ആവണം. So how will you find out the equivalence class of 1? So this is written as equivalence class of 1. Equivalence class of 1. So equivalence class of 1 is nothing but the set of all elements related to 1. So what is meant by set of all elements related to 1? It is nothing but equivalence class of 1. What is set of all elements related to A? It is called equivalence class of A. So equivalence class of A is set X belongs to A such that Xa belongs to R. So how will you find out equivalence class of 2? See, in this relation, equivalence class of 2 നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Okay, equivalence class of 2 നമ്മൾ എങ്ങനെ എഴുതാം? Set X such that X belongs to A such that X2 belongs to R. Equivalence class of 2 കാണണമെങ്കിൽ ഇവിടെ ഏത് സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? X2 belongs to R എന്ന് എഴുതാം. So this is equivalence class of A. Set X belongs to A such that Xa belongs to R. So how will you find out equivalence class of 2? Equivalence class of 2 is defined as set X belongs to A such that X2 belongs to R. Set X belongs to A such that X2 belongs to R. അപ്പോൾ സെക്കൻഡ് ഏത് ഓർഡേർഡ് പെയറിലും സെക്കൻഡ് എലിമെന്റ് എക്സ് ആണ്, സെക്കൻഡ് എലിമെന്റ് 2 ആണ് നോക്കുക. അതിന്റെ ഒക്കെ ഫസ്റ്റ് എലിമെന്റ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് സെക്കൻഡ് എലിമെന്റ് 2 ഉള്ളത്? ഇവിടെ സെക്കൻഡ് എലിമെന്റ് 2 ഉണ്ട്. അതിന്റെ ഫസ്റ്റ് 2. പിന്നെ ഈ ഓർഡേർഡ് പെയറിലും സെക്കൻഡ് എലിമെന്റ് 2 ഉണ്ട്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് എഴുതാം. ദാറ്റ് ഈസ് 1. So equivalence class of 2 is set 2 1. So how will you write equivalence class of 3? Equivalence class of 3 is the set of all elements related to 3. Equivalence class of 3 എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? Set of all elements related to 3. അപ്പോൾ നമ്മൾ എങ്ങനെ equivalence 3യുടെ equivalence class നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Set X belongs to A such that second element 3 ആവണം. X3 belongs to R. Equivalence class of 3 is the set of all elements related to 3. 3യോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലിമെന്റ്സിന്റെയും സെറ്റ്. 3യോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലിമെന്റ്സിന്റെയും സെറ്റ് എഴുതണമെങ്കിൽ 3യോട് റിലേറ്റഡ് ആയിട്ടുള്ള എലിമെന്റ്സിന്റെ ഒക്കെ ഓർഡേർഡ് പെയറിൽ രണ്ടാമത്തെ എലിമെന്റ് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് X3 belongs to R. അപ്പോൾ that is called equivalence class of 3. അപ്പോൾ X3 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ആറിൽ ഉണ്ടാവണം. സെക്കൻഡ് എലിമെന്റ് 3 ആയിട്ടുള്ള ഓർഡേർഡ് പെയർ എഴുതുക. സെക്കൻഡ് എലിമെന്റ് 3 ആയിട്ടുള്ള ഈ ഒറ്റ ഓർഡേർഡ് പെയർ ഉള്ളൂ. അതിന്റെ ഫസ്റ്റ് എലിമെന്റ് എഴുതിയാൽ മതി. സോ ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 ഈസ് സെറ്റ് 3. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു കൺസെപ്റ്റ് ആണ് പഠിച്ചത്, ഇക്വലൻസ് ക്ലാസ്. സോ വാട്ട് ഈസ് മെന്റ് ഇക്വലൻസ് ക്ലാസ് ഓഫ് an element? So equivalence class of an element is set of all elements related to A. ആ എലിമെന്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലിമെന്റ്സിന്റെയും സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ആ എലിമെന്റിന്റെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയാം. സോ വാട്ട് ഈസ് മെന്റ് ബൈ ഇക്വലൻസ് ക്ലാസ് ഓഫ് A? സെറ്റ് X belongs to A such that X എന്ന Aയിലെ എലിമെന്റ് ആയിരിക്കണം, such that Xa belongs to R. So in this case we are given an equivalence relation like this, and we are required to find out equivalence class of 1, equivalence class of 2 and equivalence class of 3. So ഇവിടെ നമ്മൾ find the set of all elements related to 1 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് equivalence class of 1 ആണ്. നമ്മൾ 2ഉം 3ഉം വെറുതെ എഴുതിയേ ഉള്ളൂ. അപ്പോൾ equivalence class of 1 is set 1 2. equivalence class of 1 നമ്മൾ എങ്ങനെയാണ്? സെക്കൻഡ് എലിമെന്റ് ഓർഡേർഡ് പെയറിൽ സെക്കൻഡ് എലിമെന്റ് 1 ആയിട്ടുള്ള ഓർഡേർഡ് പെയർ കാണും. ഇവിടെ സെക്കൻഡ് എലിമെന്റ് 1 ആണ്. അതിന്റെ ഈ ഓർഡേർഡ് പെയറിന്റെ അതിന്റെ ഫസ്റ്റ് കമ്പോണന്റ് 1. ഇവിടെ സെക്കൻഡ് എലിമെന്റ് 1 ഉള്ളത് ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് എലിമെന്റ് ആണ് 1. ഇവിടെ സെക്കൻഡ് എലിമെന്റ് 1, അപ്പോൾ അത് 2 ആണ്. അതിന്റെ ഫസ്റ്റ് ആ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് കമ്പോണന്റ് 2. സോ സെറ്റ് 1 2. സോ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ഇക്വലൻസ് ക്ലാസ് ഓഫ് 2? ഓർഡേർഡ് പെയറിൽ സെക്കൻഡ് എലിമെന്റ് 2 ആണെന്ന് കാണാം. ഇവിടെ 2 2, ഇവിടെ സെക്കൻഡ് എലിമെന്റ് 2 ആണ്, ഇവിടെയും സെക്കൻഡ് എലിമെന്റ് 2 ആണ്. അതിന്റെ ഒക്കെ എക്സ് കോർഡിനേറ്റ് എഴുതാം 2 1. So that is 2 1. Equivalence class of 3 is 3. So here we can say that equivalence class of 1 is equal to equivalence class of 2. ഇവിടെ equivalence class of 1 എന്തിന് ഈക്വൽ ആണ്? equivalence class of 1 is equal to equivalence class of 2. equivalence class of 1 എന്തിനാണ്?
1 2 equivalence class of 2 എന്ന് പറഞ്ഞാൽ അതും 1 2 അല്ലേ? 1 2 എന്ന് പറഞ്ഞ സെറ്റും 2 1 എന്ന് പറഞ്ഞ സെറ്റും സെയിം അല്ലേ? So equivalence class of 1 is equal to equivalence class of 2 here. And how about equivalence class of 3? Equivalence class of 3 is 3. Equivalence 3 യുടെ equivalence class 3 ആണ്. ഈ രണ്ട് സെറ്റും ഡിസ്ജോയിന്റ് അല്ലേ? എന്താ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ? കോമൺ എലിമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റിനാണ് നമ്മൾ എന്ത് പറയാ? ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയാം. അപ്പോ ഈ 1 2 എന്ന് പറയുന്നത് 1ന്റെയും 2ന്റെയും ഇക്വലൻസ് ക്ലാസ് ആണ്. 3യുടെ ഇക്വലൻസ് ക്ലാസ് 3 ആണ്. ഈ രണ്ട് സെറ്റ്സും എന്താണ്? ഡിസ്ജോയിന്റ് ആണ്. So two equivalence classes are either equal or disjoint. രണ്ട് ഇക്വലൻസ് ക്ലാസ് എന്തായിരിക്കും? ഒന്നുകിൽ രണ്ടും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും എന്തായിരിക്കും? ഡിസ്ജോയിന്റ് ആയിരിക്കും. ഇവിടെ ഈ രണ്ട് ഇക്വലൻസ് ക്ലാസും ഈക്വൽ ആണ്, പക്ഷെ ഇതും ഡിസ്ജോയിന്റ് ആണ്. 1 2 എന്ന് പറയുന്നതും 3 എന്ന് പറയുന്നതും ഡിസ്ജോയിന്റ് ആണ്, കോമൺ എലിമെന്റ് ഇല്ല. ഇതും ഡിസ്ജോയിന്റ് ആണ്. അപ്പോൾ ഇക്വലൻസ് ക്ലാസിന്റെ ഒരു പ്രോപ്പർട്ടി എന്താണ്? Two equivalence classes are either equal or they are disjoint. രണ്ട് equivalence classes എന്തായിരിക്കും? You just note down this point. Two equivalence classes are either equal or disjoint. Here equivalence class of 1 is equal to equivalence class of 2. And equivalence class of 1 and equivalence class of 3. So these three sets are disjoint. And equivalence class of 2 and equivalence class of 3 are disjoint. ഇവിടെ 1ന്റെയും 2ന്റെയും ഇക്വലൻസ് ക്ലാസുകൾ സെയിം ആണ്. രണ്ടും 1 2 തന്നെയാണ്. 1 2 2 1 സെയിം ആണ്. 1ന്റെയും 3യുടെയും ഇക്വലൻസ് ക്ലാസുകൾ ഡിസ്ജോയിന്റ് ആണ്. 1ന്റെ ഇക്വലൻസ് ക്ലാസ് 1 2 ആണ്, 3യുടേത് 3 ആണ്. ഇത് രണ്ടും ഡിസ്ജോയിന്റ് ആണ്, കോമൺ എലിമെന്റ്സ് ഇല്ല 1 2ലും 3ലും. ഇക്വലൻസ് ക്ലാസ് ഓഫ് 2ഉം ഇക്വലൻസ് ക്ലാസ് ഓഫ് 3യും ഡിസ്ജോയിന്റ് ആണ്. അപ്പൊ 2 equivalence classes are either equal or they are disjoint. And how about a collection of all equivalence classes? It forms a partition in the set A. You just note down that second point. Collection of all equivalence classes form a partition in the set A. ഈ ഇക്വലൻസ് ക്ലാസുകളുടെ ഒക്കെ കളക്ഷൻ എടുത്താൽ അത് എ എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു പാർട്ടീഷൻ ആയിരിക്കും. എന്താ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ? സ്പ്ലിറ്റിംഗ്. അപ്പൊ നമുക്ക് ഇവിടെ എ എന്ന് പറഞ്ഞ സെറ്റ് ഇതായിരിക്കാം. എ എന്ന് പറഞ്ഞ സെറ്റിൽ എന്തൊക്കെയാണുള്ളത്? 1 2 3. So what is equivalence class of 1? 1 2. 1ന്റെ ഇക്വലൻസ് ക്ലാസ്സിൽ ഇത്ര എലിമെന്റ്സ് ആണുള്ളത്, 1 ഉം 2 ആണുള്ളത്. And what is equivalence class of 3? അതിൽ 3 എന്ന് പറഞ്ഞ എലിമെന്റ് മാത്രമേ ഉള്ളൂ. So this is the set A and these are the two partitions in the set A. ഇത് രണ്ടും എ എന്ന് പറഞ്ഞ സെറ്റിലെ എന്താ പറയാ? പാർട്ടീഷൻസ് എന്നാ പറയാ. പാർട്ടീഷൻസ് എന്നാൽ ഈ രണ്ട് പാർട്ടീഷനും തമ്മിലുള്ള ഇന്റർസെക്ഷണൽ സെറ്റ് ആയിരിക്കും. കോമൺ എലിമെന്റ് ഉണ്ടാവില്ല. അത് രണ്ടും കൂടെ ചേർന്നാൽ എന്ത് കിട്ടും? എ എന്ന് പറഞ്ഞ സെറ്റ് കിട്ടും. അതിനാണ് നമ്മൾ പാർട്ടീഷൻ എന്ന് പറയാം. സോ collection of all equivalence classes form a partition in A. Equivalence ക്ലാസുകൾ എല്ലാം കൂടെ ചേർന്നാൽ അത് എ എന്ന് പറഞ്ഞ സെറ്റിലെ എന്താണ് കിട്ടുക? ഒരു പാർട്ടീഷൻ ആണ് കിട്ടുക. വേറെന്താ നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞത്? Two equivalence classes are either equal or they are disjoint. രണ്ട് ഇക്വലൻസ് ക്ലാസുകൾ എന്തായിരിക്കും? ഒരു സെറ്റിലെ ഏതെങ്കിലും രണ്ട് എലിമെന്റ്സിന്റെ ഇക്വലൻസ് ക്ലാസുകൾ ഒന്നുകിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഡിസ്ജോയിന്റ് ആയിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ? ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ലൈക്ക് ദിസ്. That is the set of all elements related to A. എയോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലിമെന്റ്സിന്റെയും സെറ്റിനെയാണ് നമ്മൾ എന്താ പറയാ? എ എന്ന് പറഞ്ഞ എലിമെന്റിന്റെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയാം. എങ്ങനെ ഡിഫൈൻ ചെയ്യാം നമുക്ക്? സെറ്റ് എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എക്സ് എ ബിലോങ്സ് ടു ആർ. അപ്പൊ ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ +2 എക്സാമിനേഷന്, ബോർഡ് എക്സാമിനേഷന് ഈ ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഉള്ളത് ഫംഗ്ഷൻസും ബൈനറി ഓപ്പറേഷൻസും ആണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. Second problem, let R be an equivalence relation on A is equal to set 1 2 3 4 5. Set 0 1 2 3 4 5. A എന്ന് പറഞ്ഞ സെറ്റിലെ equivalence relation ആണ് R. So what is the equivalence relation? R is equal to set ordered pair AB such that 2 divides A minus B. AB എന്ന് പറഞ്ഞ ordered pair R ൽ ഉണ്ടാവണമെങ്കിൽ എന്താവണം? 2 divides A minus B. ഇങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? A minus B യെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാവണം. ഇവിടെ എന്താണ്? എ മൈനസ് ബി യെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാവണം.
അപ്പോൾ ഫസ്റ്റ് എലിമെന്റ് എ ആണ്, എ മൈനസ് ബി. ഫസ്റ്റ് എലിമെന്റ് മൈനസ് സെക്കൻഡ് എലിമെന്റ് ചെയ്ത് നോക്കുക ഓർഡേർഡ് പെയറിൽ. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാവണം. ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു ഫൈൻഡ് ഔട്ട് ഇക്വലൻസ് ക്ലാസ് ഓഫ് 0, 1 and 2. 0യുടെയും 1ന്റെയും 2ന്റെയും ഇക്വലൻസ് ക്ലാസ് ആണ് കണ്ടത്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് മെന്റ് ബൈ ഇക്വലൻസ് ക്ലാസ് ഓഫ് എ. ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റ് x belongs to a such that xa belongs to r. എയിലുള്ള എലിമെന്റ് ആവണം x. x എന്ന് പറഞ്ഞാൽ എയിലെ എലിമെന്റ് ആണ്. ഓർഡേർഡ് പെയറിലെ രണ്ടാമത്തെ എലിമെന്റ് a ആയിരിക്കണം. xa belongs to r. So how do you find out equivalence class of 0? So equivalence class of 0 is defined as set x belongs to a such that x0 belongs to r. സെക്കൻഡ് എലിമെന്റ് എന്താവണം? എ ആവണം. എയുടെ ഇക്വലൻസ് ക്ലാസ്സിൽ ഇവിടെ ഇക്വലൻസ് ക്ലാസ് ഓഫ് 0 ആണെങ്കിൽ എയുടെ സ്ഥാനത്ത് 0 കൊടുക്കുക. x0 ബിലോങ്സ് ടു ആർ. നമ്മൾ എങ്ങനെ എഴുതാം? സെറ്റ് x ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് x0 ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അർത്ഥം ab ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് a മൈനസ് ബി. എ ബി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ആറിൽ ഉണ്ടാവണമെങ്കിൽ a മൈനസ് ബി യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോ x0 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ആറിൽ ഉണ്ടാവണമെങ്കിൽ 2 divides ഇവിടെ കണ്ടീഷൻ 2 divides a minus b. ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലിമെന്റ് മൈനസ് സെക്കൻഡ് എലിമെന്റ് 2 divides x minus 0. That is set x belongs to a such that 2 divides x minus 0 എന്നാണ് എന്താ x അല്ലേ? ഇവിടെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഇക്വലൻസ് ക്ലാസ് ഓഫ് 0 ഈസ് സെറ്റ് x belongs to a such that 2 divides x. x എയിലെ എലിമെന്റ് ആണ്. x എയിലെ എലിമെന്റിലുള്ള xനെ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാവണം? xനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാവണം. അപ്പൊ അതിന് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എലിമെന്റ്സ് ഏതൊക്കെയാ? 0നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? അതെന്താ? 0 divided by 2 എന്താണ്? 0 ആണ്. 0 divided by non zero number is 0. അപ്പോ 2 divides x. ഈ എയിലെ എലിമെന്റ് ആണ് x. x belongs to a. xനെ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാവണം? 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാവണം എന്നുള്ള കണ്ടീഷൻ. അപ്പൊ 0നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. കാരണം 0 divided by 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇതെവിടെ 0. 1നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 2നെ 2 കൊണ്ട് ഹരിക്കാം. 2 by 2 പറഞ്ഞാൽ 1 ആണ്. പിന്നെ 3നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 4നെ 2 കൊണ്ട് ഹരിക്കാം. 2 divides 4 എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? 4നെ 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 0 2 4 എന്ന് കിട്ടും. So what is equivalence class of 0? It is 0 2 4. What is meant by equivalence class of 0? It is the set of all elements related to 0. 0യോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലിമെന്റ്സിന്റെയും സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? 0യുടെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയാം. ഇനി എങ്ങനെ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 നമ്മൾ കാണും? ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എങ്ങനെയാ? ഇക്വലൻസ് ക്ലാസ് ഓഫ് 1. ഇക്വലൻസ് ക്ലാസ് ഓഫ് a is set x belongs to a such that xa belongs to r. So how will you find out equivalence class of 1? a യുടെ സ്ഥാനത്ത് 1 കൊടുക്കുക. set x belongs to a. x എന്ന് പറഞ്ഞാൽ a യിലെ എലിമെന്റ് ആയിരിക്കണം. a എന്ന് പറഞ്ഞാൽ സെറ്റിലെ എലിമെന്റ് ആയിരിക്കണം. set x belongs to a such that xa belongs to r. ഇവിടെ a യുടെ സ്ഥാനത്ത് 1 ആണ്. set x1 belongs to r. ഇപ്പൊ നോക്ക് set x1 belongs to r. set x belongs to a such that x1 എന്ന് പറഞ്ഞ എലിമെന്റ് r ൽ ഉണ്ടാവണമെങ്കിൽ x1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ r ൽ ഉണ്ടാവണമെങ്കിൽ എന്താവണം? 2 divides x minus 1. അതായിരിക്കണം കണ്ടീഷൻ അല്ലേ? 2 divides x minus 1. 2 divides x minus 1. x1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ r ൽ ഉണ്ടാവണമെങ്കിൽ x minus 1നെ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാവണം? 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ്. എ ബി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ r ൽ ഉണ്ടാവണമെങ്കിൽ 2 divides a minus b. ഫസ്റ്റ് എലിമെന്റ് മൈനസ് സെക്കൻഡ് എലിമെന്റ്. 2 divides ഫസ്റ്റ് എലിമെന്റ് മൈനസ് സെക്കൻഡ് എലിമെന്റ്. ഇവിടെ 2 divides ഫസ്റ്റ് എലിമെന്റ് x മൈനസ് സെക്കൻഡ് എലിമെന്റ് 1. അപ്പൊ ഈ x minus 1നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെയുള്ള എലിമെന്റ്സ് ഏതൊക്കെയാ? x കൊടുക്കുക. x0 പറ്റുമോ? 0 minus 1 അങ്ങനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 1 പറ്റുമോ? 1 minus 1 0. 0നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 0 ആണ് നമ്മൾ കണ്ടു. അപ്പോൾ 1. അപ്പോൾ സെറ്റ് 1. പിന്നെ 1 പറ്റും. 2 പറ്റുമോ? 2 പറ്റില്ല. 2 ആണ് കൊടുത്താൽ 2 minus 1 1 ആണ്. 1നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 3 പറ്റുമോ? 3 minus 1 2. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3.
പിന്നെ 4 2 4 പറ്റില്ല. 4 - 1 എന്താണ്? 3. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 5 നോക്കുക. 5 2 നോക്ക്. 5 - 1 4. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 ഉണ്ടാവും. അപ്പോൾ സെറ്റ് 1 3 5. So equivalence class of 0 is set 0 2 4 and equivalence class of 1 is set 1 3 5. Again we are required to find out the equivalence class of 2. How will you find out? Equivalence class of 2 is equal to set x belongs to A such that x2 belongs to R. 2 equivalence class എങ്ങനെയാണ്? set x belongs to A such that x2 belongs to R. 2 equivalence class ആവണമെങ്കിൽ ഓരോ ഓർഡർ പേരിലും രണ്ടാമത്തെ എലിമെന്റ് 2 ആയിരിക്കണം. x2 R ൽ ഉണ്ടാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? AB R ൽ ഉണ്ടാവണമെങ്കിൽ 2 divides A minus B. അപ്പോൾ x2 R ൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? set x belongs to A such that 2 divides A minus B. First element minus second element. 2 divides here x minus 2. 2 divides x minus 2. അപ്പോൾ ഏതൊക്കെ എലിമെന്റ്സ് ആ പറ്റാ നോക്ക്. 0 പറ്റോ? 2 divides 0 minus 2. 0 minus 2 എന്താണ്? -2. -2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 0 പറ്റും. ഇനി 1 പറ്റും. 2 divides 1 minus 2. 1 minus 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 2 പറ്റുമോ നോക്ക്. 2 divides 2 minus 2 എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? 2 minus 2 0. 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. അപ്പോൾ 0 പറ്റും. 2 പറ്റും. പിന്നെ 3 പറ്റുമോ? 3 minus 2 1. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 4 പറ്റുമോ നോക്ക്. 4 minus 2 എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം ഓരോ എലിമെന്റും. 4 minus 2 2. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 5 പറ്റുമോ? 2 divides 5 minus 2. 5 minus 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 0 2 4 ആണ്. So what is equivalence class of 0? 0 2 4. What is equivalence class of 1? Set 1 3 5. And what is equivalence class of 2? Set 0 2 4. അപ്പോൾ നമുക്ക് പറയാം equivalence class of 0 is equal to equivalence class of 2. Equivalence class of 0 0 2 4 ആണ്. Equivalence class of 2 എന്തിനാണ്? 0 2 4 ആണ്. അപ്പോൾ 0യുടെയും 2യുടെയും equivalence ക്ലാസുകൾ സെയിം ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 equivalence classes are either equal or that means either identical means equal, either identical or they are disjoint. അപ്പോൾ ഇവിടെ 0യുടെയും 2യുടെയും equivalence ക്ലാസ് സെയിം ആണ്. അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് ആയിരിക്കും. നമുക്ക് 0യുടെ equivalence ക്ലാസ് 0 2 4. 1ന്റെ equivalence ക്ലാസ് 1 3 5. ഇത് രണ്ടും എന്താണ്? ഡിസ്ജോയിന്റ് ആണ്. കോമൺ എലിമെന്റ്സ് ഇല്ല. ഇതും ഡിസ്ജോയിന്റ് ആണ്. കോമൺ എലിമെന്റ്സ് ഇല്ല. അപ്പൊ രണ്ട് equivalence ക്ലാസുകൾ ഒന്നുകിൽ ആ രണ്ടും സെയിം ആയിരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് രണ്ടും എന്തായിരിക്കും? ഡിസ്ജോയിന്റ് ആയിരിക്കും. ഇവിടെ equivalence class of 0 is equal to equivalence class of 2. Equivalence class of 0 and equivalence class of 1 they are disjoint. 0യുടെ equivalence ക്ലാസും 1ന്റെ equivalence ക്ലാസും എന്താണ്? ഡിസ്ജോയിന്റ് ആണ്. ഇതൊന്നും 0 2 4 ആണ്, 1 3 5 ആണ്. കോമൺ എലിമെന്റ്സ് ഇല്ല. ഈ equivalence class of 1ഉം equivalence class of 2ഉം ഡിസ്ജോയിന്റ് തന്നെയാണ് അല്ലേ? ഇത് 0 2 4, ഇത് 1 3 5. അപ്പൊ രണ്ട് equivalence ക്ലാസുകൾ ഒന്നിൽ രണ്ടും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? അത് ഡിസ്ജോയിന്റ് ആയിരിക്കും. കോമൺ എലിമെന്റ്സ് ഉണ്ടാവില്ല രണ്ട് എലിമെന്റ്സിന്റെ equivalence ക്ലാസുകളിൽ. പിന്നെ രണ്ടാമതൊരു പ്രോപ്പർട്ടിയും കൂടെ നമ്മൾ പറഞ്ഞു. എന്ത്? കളക്ഷൻ ഓഫ് ഓൾ equivalence ക്ലാസസ് ഫോം എ പാർട്ടീഷൻ ഇൻ ദ സെറ്റ് എ. ഈ equivalence ക്ലാസുകളുടെ എല്ലാത്തിന്റെയും കൂടി കളക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു പാർട്ടീഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ രണ്ടിന്റെയും കളക്ഷൻ എടുത്ത് നോക്ക്. 0യുടെയും 1ന്റെയും 0 2 4. ഇത് 1 3 5. ഇതിന്റെ രണ്ടിന്റെയും കൂടി കളക്ഷൻ എങ്ങനെ വരാ? 0 1 2 3 4 5. And that is equal to A. So the collection of all, you just note down that point. The collection of all equivalence classes form a partition in the set A. And also one more point, two equivalence classes are either equal or they are disjoint. രണ്ട് equivalence ക്ലാസുകൾ രണ്ടും ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും എന്തായിരിക്കും? ഡിസ്ജോയിന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു equivalence ക്ലാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന് +2 അത്ര ഇമ്പോർട്ടന്റ് അല്ല.
സാധാരണ ഇതിൽ ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിനേഷന് ചോദിക്കാറില്ല. എന്നാലും ഈ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഇക്വലൻസ് ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കുക, ഫങ്ഷൻസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യും. ടിൽ ദെൻ ബൈ.